അടൂരിൽ പട്ടാഴിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇന്നലെ നമ്മളൊരു ആക്സിഡന്റ് ന്യൂസ് കേട്ടു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരുപാട് ദുരൂഹതയാണ് ആ ഒരു ന്യൂസ് ചുറ്റിപ്പറ്റിയിട്ട്. 2 പേരാണ് ആക്സിഡന്റിൽ മരിച്ചത്. കാറ് നേരെ ഹെഡ് ഓൺ കൊളീഷനാണ് ലോറിയായിട്ട്. റോങ് സൈഡിൽ വന്ന കാറ് നേരെ പോയി ലോറിയിൽ ഇടിച്ച് കയറി. അങ്ങനെയാണ് 2 പേര് മരിച്ചത്. കാറിനകത്തുണ്ടായിരുന്ന ഒരു ലേഡി, പിന്നെ വണ്ടി ഓടിച്ചിരുന്നൊരു ചങ്ങാതി. അപ്പോൾ 2 പേരുമാണ് മരിച്ചത്. അത്യാവശ്യം നല്ല ഇടിയാണ്. ഓക്കെ, ഇടിയുടെ ആഘാതത്തിൽ സ്ത്രീ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് തെറിച്ച് പോയി എന്നൊക്കെയാണ് ന്യൂസിൽ കേട്ടത്. എന്താണ് ഈ ഒരു അതായത് ഒരു നോർമൽ റോഡ് ആക്സിഡൻറ്റ് എന്നുള്ളതിലുപരി ഇതിലെന്താണ് കോംപ്ലിക്കേഷൻ ഉള്ളത്, എന്താണ് വിഷയങ്ങളുള്ളത് എന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വ്യാഴാഴ്ച രാത്രി 11:15 പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ ചാരുമൂട് സ്വദേശി ഹാഷിം, നൂർനാട് സ്വദേശിനി അനുജ എന്നിവർ മരിച്ചത്. അധ്യാപികയായ അനുജയെ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരും വഴി ട്രാവലർ തടഞ്ഞു നിർത്തി ഹാഷിം കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്നാണ് അപകടം സംഭവിച്ചത്. കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ദിശ തെറ്റിവന്ന് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നും ലോറി ഡ്രൈവർ ഹരിയാന സ്വദേശി റംസാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ കാർ एकदम से रॉन्ग साइड आई, मैंने ब्रेक लिया और कार वाला जबरदस्ती गाड़ी में घुसेड़ दिया. अब उसमें मैं क्या करूं? ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരുന്ന മരിച്ച കൂട്ടത്തിൽ ഒരാൾ ഒരു അധ്യാപികയാണ്. ആ ലേഡി അവരുടെ സ്കൂളിൽ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാറ് വട്ടം വെക്കുകയാണ് ഇവർ ട്രാവൽ ചെയ്തിരുന്ന ബസ്സിൽ. എന്നിട്ട് ഈ ലേഡി ടീച്ചറെ വലിച്ചിറക്കുകയാണ് ഒരു പയ്യൻ. നേരെ കൊണ്ടുപോയി കാറ് കയറ്റുന്നു. അതിൽ തന്നെ ഒരു ദുരൂഹത ഉണ്ടല്ലേ, ഉണ്ടാവും. കാരണം ഈ ടീച്ചറെ വലിച്ച് കാറ് കയറ്റിയ ആ വ്യക്തി ആ ടീച്ചറുടെ ആരുമല്ല, ഹസ്ബൻഡല്ല, മാമൻ്റെ മോനല്ല, അനിയനല്ല, ഏട്ടനല്ല, അച്ഛനല്ല. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു സംശയം എല്ലാവർക്കും പെട്ടെന്ന് വന്നു. പിന്നെ ഈ ഒരു ടീച്ചറെ കണ്ടിന്യൂസ്ലി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ടീച്ചർമാർ ഫോൺ ചെയ്യുകയാണ്. അപ്പോൾ 1-2 വട്ടം അവർ കോൾ എടുത്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു വട്ടം കോൾ എടുത്തപ്പോൾ അവർ ഭയങ്കര പേടിച്ച് കരഞ്ഞ് സംസാരിച്ചു. ഏതോ ഒരു ടീച്ചറോട് എന്താ പറയുക, എൻ്റെ ജീവൻ അവസാനിക്കാൻ പോകണം, ആത്മഹത്യ ചെയ്യാൻ പോകുക എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ, അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ന്യൂസിൽ ചിലർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ടൂറ് പോയി വന്ന കൂടെ ഉണ്ടായിരുന്ന ബാക്കി ടീച്ചർമാരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പക്ഷെ പോലീസ് ആക്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാറ് ലോറിയിൽ ഇടിച്ച് ഈ 2 പേരും മരിച്ചു. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ തോന്നിയില്ലേ? അതായത് ഈ ലേഡിയും ഈ കാറിൽ ഈ ലേഡിയെ വലിച്ചു കയറ്റിയ വ്യക്തിയും തമ്മിൽ എന്ത് ബന്ധം? അവിടെയാണ് ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ ദൃക്സാക്ഷിയായിട്ടുള്ള വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. കാറിന്റെ ഡോർ തുറന്ന് ആരോ ഒരാളുടെ കാൽ പുറത്തേക്ക് കിടന്നത് താൻ കണ്ടുവെന്ന് അപകടം സംഭവിച്ച കാറിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന കാർ യാത്രക്കാരൻ ശങ്കർ പറഞ്ഞു. ഈ കാറ് നിയന്ത്രണം വിടുന്ന രീതിയിൽ 2-3 ട്രിപ്പ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് പോയിരുന്നു. അപ്പോൾ 2-3 ട്രിപ്പ് ഇതിന്റെ കാറിലെ ഫ്രണ്ട് ഡോറ് തുറക്കുകയും ഇതിൽ ലെഫ്റ്റ് സൈഡിൽ അക്രമം നടക്കുന്ന രീതിയിലുള്ള ഒരു, നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. എന്നാൽ നിരന്തരമായിട്ട് മദ്യപിച്ചിട്ട് ആളുകൾ പോകുന്നതും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഇതിനെ കണ്ടു. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ത്രീ ഇറങ്ങുന്നത് നമ്മൾ ഇറങ്ങി വാഹനം അവിടെ നിർത്തി. 3ാമത്തെ ട്രിപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാഹനം അവിടെ നിർത്തുകയും ഈ ലേഡി വെളിയിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്തു. 3 ട്രിപ്പ് ഈ ഡോർ തുറന്നു, 2 ട്രിപ്പ് അടയ്ക്കുകയും കാല് വെളിയിലേക്ക് വന്നു 3ാമത്തെ ട്രിപ്പ്. അതിനുശേഷമാണ് ഈ കാറ് വളരെ സ്പീഡിൽ മതിലിനോട് ചേർത്ത്, ലെഫ്റ്റ് സൈഡിൽ വളരെ സ്പീഡിൽ മതിലിനോട് ചേർത്ത് കാർ നിർത്തി കാല് വെളിയിൽ വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ശാരീരികമായിട്ട് ഒരു അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളത് സംശയമുണ്ട്. അതിൻ്റെ അകത്ത് ദൃക്സാക്ഷി പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ അവരെന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഡോർ തുറന്നു, ഒരു കാല് പുറത്ത് വരുന്നത് കണ്ടു, നിങ്ങൾ എന്തുകൊണ്ട് കയറി നോക്കിയില്ല എന്നുള്ള ചോദ്യമൊക്കെ ആവും ചിലപ്പോൾ ഇതിൽ പലരും ചോദിക്കാൻ പോകുന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട് ഈ കാർ പിന്നെ സൈഡാക്കി നിർത്തി, അതിൽ നിന്ന് ആ ലേഡി പുറത്തിറങ്ങി, എന്നിട്ട് വീണ്ടും കാർ എടുത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വണ്ടി ഇടിച്ച് ഇങ്ങനെ 2 പേരും മരിച്ചു. പിന്നെ ഇതേപോലെ ആ ടീച്ചറിനെ കാറ് വട്ടം വെച്ചിട്ട് ഇയാൾ എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുപോയതാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴായിരിക്കണം ന്യൂസിൽ ഈ വ്യക്തിക്ക് ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഒരു വിഷ്വൽ കണ്ടല്ലോ എന്നുള്ളത് അയാൾ ഇപ്പോഴാവും ഇത് കണക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പം എന്താണെങ്കിലും ആ വണ്ടിക്കകത്ത് സാരമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ 2 വ്യക്തികൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ കമൻറ്റ് ബോക്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സീനാണ്. അതായത് കല്യാണം കഴിച്ച് മക്കളുള്ള ഈ എന്തിനടി ഓൻ്റെ ഒപ്പം പോയത്, അപ്പോൾ ഈ ഓൻ എന്തിനാ ഈ പെണ്ണിൻ്റെ ഒപ്പം പോയെന്നുള്ളൊരു ചോദ്യം ആരും ചോദിക്കണില്ല. എല്ലാവരും ചോദിക്കുന്നത് ഇവളെന്തിനാ അവൻ്റെ ഒപ്പം പോയി എന്നാണ് ചോദിക്കുന്നത്. അവൻ എന്താ അവളൊപ്പം പോയതല്ലേ, അത് ഓൻ ഇങ്ങനെ പോണ വഴിക്ക് പോയി ഒട്ടാൻ എന്താ കാന്തോ? അപ്പം അങ്ങനെയല്ല, 2 പേരും കൂടി റിലേഷൻഷിപ്പിലായതായിരിക്കാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, 2 പേരും റിലേഷൻഷിപ്പിലായി, അതിനെ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളോ ആയിരിക്കാം.
മേ ബി. എന്താണെങ്കിലും അതൊക്കെ പോലീസ് അന്വേഷണത്തിലാണ് തെളിയിക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതും. അത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് സാധനം തെളിയാൻ പോണില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ദൃക്സാക്ഷി ഇങ്ങനൊരു പിടിവലിയുടെ കാര്യവും ഡോറ് തുറന്ന കാര്യവും ഒക്കെ കൃത്യമായി പറയുമ്പോൾ ആ ലോറി ഡ്രൈവർ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം അയാൾ ഹെൽപ്ലെസ് ആണ്, അയാൾക്ക് വേറെ വഴിയില്ല. അയാൾ പറയുന്നത് നേരെ വന്ന് കുത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത്. ഇനി ഈ പയ്യൻ്റെ വീട്ടുകാർ പറയുന്ന വേറൊരു വാദമുണ്ട്. ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും ശരിക്കും വെളിയിലോട്ട് പുറത്ത് വന്നിട്ടില്ല, നല്ല സ്പേസ് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഓവർ സ്പീഡ് എന്ന് പറയുന്നതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിച്ചാൽ നോക്കേണ്ടത്. ഒരു ദുരൂഹത എന്ന് പറയുന്നത് അവർ ടൂർ പോയ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നു, അവർ സമ്മതത്തോടെ വന്നതാണ്. അവിടെ യാതൊരു കോൺട്രവേഴ്സി അവിടെ നടന്നിട്ടില്ല. പിന്നെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട് എന്താണെന്നുള്ളത് ശരിക്കും ഞങ്ങളും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓവർ സ്പീഡ് എന്ന് പറയുന്ന ആ പട്ടഴിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെന്നു. അത് ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ആ ഒരു ജംഗ്ഷനിൽ അത്രമാത്രം സ്പീഡിലേക്ക് വരിക എന്നുള്ളത് അറിയത്തില്ല. പിന്നെ മാത്രമല്ല, ഈ ഇദ്ദേഹത്തിന്റെ അനുജന്റെ ഈ ഹാഷിം എന്ന് പറഞ്ഞ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഫോണിൽ അവസാനം ഫോൺ കോൾ വല്ലതും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണോ അശ്രദ്ധ കൊണ്ടാണോ ഈ വണ്ടി തട്ടിയെന്നുള്ളത് റോങ് ട്രാക്കിൽ വന്നെന്നുള്ള ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതായ കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും മരിച്ച പയ്യന്റെ വീട്ടുകാരാവുമ്പോൾ എന്തായാലും പയ്യൻ മരിച്ചു, കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ദൃക്സാക്ഷി പറയുന്നു ഇങ്ങനെ ഒരു പിടിവലിയുടെ ഒരു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നു. പിന്നെ റോങ് സൈഡ് പോയിട്ടാണ് വണ്ടി ഇടിച്ചത്. ന്യായീകരിക്കാൻ ഒരു രീതിയിലും അവർക്കൊരു വഴിയും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഇനി ഫോൺ വിളിച്ചതിനിടയിൽ കൈ മാറി തെറ്റി റോങ് സൈഡ് കയറിയതാണോ, ശ്രദ്ധ തെറ്റിയതാണോ, അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണോ, അങ്ങനത്തെയൊക്കെ വാദങ്ങളെ നിരത്താൻ പറ്റൂ. അതൊക്കെ മാക്സിമം ഈ പറഞ്ഞ പോലെ ബന്ധു നിരത്തി നോക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഓക്കെ, ഇനി എന്തോ അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ റിലേഷൻ, ഓക്കെ, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണ്. ആൻഡ് ഈ പയ്യൻ്റെ വീട്ടുകാർ പറയുന്നു ഈ പയ്യൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ലേഡീനെ കുറിച്ച് അവർക്കൊരു പിടുത്തവുമില്ല. പിന്നെ ആ ലേഡീൻ്റെ ആരോ ഒരു ബൈറ്റ് കൊടുത്തതായിട്ട് കണ്ടു. അവരും പറയുന്നു ഈ പയ്യൻ അങ്ങനെ. ഇപ്പോൾ അവർക്ക് വീട്ടിൽ പറയണമെന്ന് വല്ല ആവശ്യമുണ്ടോ? ഈ ലേഡിക്ക് 37 വയസ്സും ഈ പയ്യന് 31 വയസ്സും, രണ്ടുപേരും കല്യാണം കഴിച്ചതാണ്, മക്കളും ഉണ്ട്. ഇതിപ്പോൾ അവർക്കിപ്പോൾ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞ് നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കാം, അതുകൊണ്ട് വന്ന ആർഗ്യുമെൻ്റ് ആയിരിക്കാം. ആൻഡ് ഈ ലേഡി എന്തോ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മാറി നിൽക്കുകയായിരുന്നു. പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള സിറ്റുവേഷൻ ആയപ്പോഴാണ് ഈ ചങ്ങാതി വന്നിട്ട് കാറിൽ എടുത്തിട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ സീന് കണ്ട ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് എന്താ പറയുക, ഒരാളെ അങ്ങോട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന മാതിരി കൊണ്ടുപോയതാണ് എന്നുള്ളത്. അപ്പോൾ ഓബിയസ്ലി ഈ വഴിയിൽ ഈ പ്രശ്നം ഡോറ് തുറക്കുന്നത് ഇവരെ കാല് പുറത്ത് വരുന്നതൊക്കെ കണ്ട വ്യക്തി കണ്ട ദൃശ്യങ്ങൾ കൃത്യമായിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ CCTV ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രൈവറ്റ് ഫോൺ കോളോ ചാറ്റോ കാര്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടിയാൽ കിട്ടും. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ചില കേസുകളിൽ ഇതൊക്കെ എന്താ പറയുക ഒരു പൈസ പ്രശ്നവും വരാറുണ്ട്, ചിലപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സും ആവാറുണ്ട്. അങ്ങനെയുള്ള ചാൻസും ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ആദ്യം ഇങ്ങനെ ഒരു കാഷ്വൽ റിലേഷൻ ആവും, പിന്നെ അതിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇടപെടും, അങ്ങനെ പ്രശ്നമാവാറുണ്ട്. അങ്ങനെയൊക്കെ ഇതിന് കുറേ സാധ്യതകളുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇവരിപ്പോൾ ഈ ലോറി പോയി ഇടിച്ചുകൊണ്ട് എന്തായി, ഇവർ രണ്ടുപേരും അവിടെ പോയി കിട്ടി. മനസ്സിലായി? ഇവർ കച്ചറുണ്ടാക്കി ഇവരിങ്ങനെ ഒരു ഇതുമായിട്ട് ഇവരങ്ങനെ ഇതൊറ്റ റോട്ടിൽ കൂടി പോകണ ആരുടെങ്കിലും മതി. ഇതൊന്നും അറിയാത്ത ഇവരുടെ റിലേഷനെ കുറിച്ചോ ഇവരുടെ പ്രശ്നങ്ങളെ കുറിച്ചോ ഇവരുടെ ഒന്നും അറിയാത്തൊരു ബൈക്കുകാരൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇനി വേറൊരു കാറിൻ്റെ മുകളിലോ റോട്ടിൽ കൂടി നടന്നു പോകുന്ന വേറൊരു വ്യക്തിയുടെ മുകളിലോ ഒക്കെയാണ് ഇടിച്ചതെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ അവരവരുടെ ജീവൻ പോയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? ഇവർ മരിച്ചതിൽ എന്താ പറയുക, എന്താ സന്തോഷിച്ച് പറയുന്നില്ല കേട്ടോ ഞാൻ പക്ഷെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നമാണത്. എന്തോ വാട്ട് എവർ എനി റീസൺ ഞാൻ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷെ റോഡിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഫുൾ ഓവർ സ്പീഡും റോങ് സൈഡും അത് അവരുടെ പ്രശ്നവും ഇവരെ വണ്ടി നിർത്തിയിട്ട് സംസാരിച്ച് തീർത്താൽ പോരെ? ഞാൻ ചോദിക്കുന്നത് വേറെ ആരുടെയെങ്കിലും ഒരു വണ്ടിയിലോ നടന്നു പോകണ ഒരാളെ ദേഹത്തോ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാരണമില്ലാതെ ആ ജീവനും പോയി കിട്ടി. പിന്നെ റിലേഷൻഷിപ്പ് കല്യാണം കഴിഞ്ഞോ കല്യാണത്തിന് മുമ്പോ എന്തോ ജീവൻ പോണ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലേ. പിന്നെ ഈ കേസിൽ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പയ്യനൊരു മുസ്ലിമും ഈ ലേഡി ഒരു ഹിന്ദുവാണ്. അതിൻ്റേതായിട്ടുള്ള വർഗീയത എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് തീർക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പയ്യൻ്റെ മതം എടുത്ത് പറഞ്ഞുള്ള ഒരുമാതിരി വൃത്തികെട്ട വർഗീയ കമൻസൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിലേക്ക് എന്തിന് മതം വലിച്ചഴച്ച് ഇങ്ങനൊരു കമൻറ്റ് സെക്ഷൻ ഈ അറിയാൻ പാടില്ല. ഓക്കെ, അത് വളരെ എന്താ പറയുക മോശപ്പെട്ട പരിപാടിയാണ്. എന്താണെങ്കിലും
മരിച്ചവർ മരിച്ചു. ഇനി അതിൻ്റെ റീസൺ എന്താണെങ്കിലും പോലീസ് അന്വേഷിച്ചോട്ടെ. ഇവർക്കൊക്കെ ഫാമിലി, മക്കളും, ഒരാൾക്ക് ഭർത്താവുണ്ട്, ഒരാൾക്ക് ഭാര്യയുണ്ട്, അവർക്ക് കുട്ടികളും ഉണ്ട്. ഇപ്പം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഈ എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. അവർ പോയി കഴിഞ്ഞു.